നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായി കൊട്ടാരക്കരയിലെ മാത്രമല്ല കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കൊട്ടാരക്കരയിലെ മുൻ എം എൽ എയും CPM നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതിനെക്കുറിച്ച്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ നിലവിലെ MLA യും മന്ത്രിയുമായ KN ബാലഗോപാൽ മാധ്യമങ്ങളോട് വൈകാരികമായി സംസാരിക്കുന്നത് കണ്ടു. ബാലഗോപാൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഐഷ പോറ്റിക്ക് വ്യക്തമായ മറുപടിയുണ്ട് ജനങ്ങളോട് പറയാൻ. അതൊന്ന് കേൾക്കാം. അല്ല, ഇപ്പൊ കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തതാണ് നമ്മുടെ പഴയ MLA ആയ ഐഷ പൊറ്റി എന്നാണ് നമ്മുടെ ഐഷ പൊറ്റി MLA ഇപ്പോൾ അവർ കോൺഗ്രസിൽ ചേർന്നു. വാസ്തവത്തിൽ എനിക്കിപ്പോഴും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. അവര് കോൺഗ്രസിൽ പോകുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ മാസം ജനുവരി മാസം തന്നെ 2 പ്രാവശ്യമെങ്കിലും അവരുടെ അടുത്ത് പോകുന്ന, സാധാരണ പോകുന്നതാണ്, മണിക്കൂറുകളിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പം അങ്ങനെ പോയി എന്നുള്ളത് നമുക്കൊരു ഞെട്ടലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എല്ലാ സൗകര്യങ്ങളും പിന്തുണയും എല്ലാം കൊടുത്ത് 10,000-കണക്കിന് നമ്മുടെ സാധാരണ പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ 3 പ്രാവശ്യം MLA ആയി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഒരാൾ പോകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാണ് പോയെന്ന് ഇപ്പോഴും ഒരു റീസണബിളായ ലോജിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിയാ സഖാവേ, നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല എന്തിനാണ് അവർ കോൺഗ്രസിൽ പോയതെന്ന്. പിന്നെ പച്ച കള്ളമല്ലേ നിങ്ങൾ പറയുന്നത്. ഈ ജനുവരി മാസം തന്നെ 2 പ്രാവശ്യമെങ്കിലും അവരുടെ വീട്ടിൽ പോയെന്ന്. വെറുതെ തള്ളല്ലേ സഖാവേ. അതിന് ഐഷ പോറ്റിക്ക് പറയാനുള്ളത് കേൾക്ക്. ഞാൻ ആക്ച്വലി പുതിയ ആള് വന്നു, നമ്മൾ 3 തവണ നിന്നു, പ്രവർത്തിച്ചു, ഒരു സമയവും കളയാതെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു, ഒരുപാട് തുടങ്ങി വെച്ചു. പുതിയ സ്ഥാനാർത്ഥി വന്നു, ബാലഗോത്സവം വന്നു, ഞാൻ ഫുൾ ടൈം അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിയായിരുന്നു. ആ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാലിലൊരു പ്രശ്നം പറ്റിയത് നോക്കാതെ ഞാൻ തീരുന്നവരെ ഓടിക്കഴിഞ്ഞു. പിന്നെ 2 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വന്നു, കാലിൽ ഇച്ചിരി പരിക്ക് പറ്റിയിട്ട്. അതെനിക്ക് പറ്റിയൊരു പ്രശ്നമാണ്, ആ പ്രവർത്തനത്തിനിടയിൽ പറ്റിയതാണ്. അത് കഴിഞ്ഞിട്ടും ഞാൻ ഫുൾ ടൈം ഓടിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ പ്രവർത്തകയായിട്ടും ജില്ലാ സമ്മേളനം വന്നു, അത് ഫുള്ള് ഞാൻ ഓടി നിന്നതാണ് എല്ലാം സംഘടിപ്പിക്കാനായിട്ട്. അതുപോലെ ജില്ലാ കമ്മിറ്റിയിലായപ്പോഴും ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്ന ആദ്യമൊക്കെ. അപ്പോഴത്തേക്ക് ഈ യാത്രക്കിടയിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു. ഈ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ഒരു സഞ്ചരിച്ചപ്പോൾ ഒരു പ്രശ്നമൊക്കെ വന്നായിരുന്നു, ആ വണ്ടിയിൽ പോയ സമയത്തൊക്കെ. അതൊക്കെ ഒരു കാര്യമാണ്. അതിനേക്കാൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഇത് വന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രശ്നം പറ്റിയപ്പോൾ എനിക്ക് കുറച്ച് അവധി വേണമെന്ന് പറഞ്ഞായിരുന്നു, അത് എടുത്തു. അതെല്ലാം കഴിഞ്ഞു, വീണ്ടും ആക്റ്റീവായിട്ട് വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ ജയിക്കാനായിട്ടൊക്കെ ബാലഗോത്സവം നിൽക്കുമ്പോഴൊക്കെ തന്നെയും പാർട്ടിയോടൊപ്പം നിന്ന് മുഴുവൻ സ്ഥലത്തും പോയി ഒരു സ്ഥാനാർത്ഥി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്ത് നല്ലപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കുറേ നമ്മൾ കൊണ്ടുവന്ന് വെച്ച കുറേ ഉദ്ഘാടനങ്ങളുണ്ട്, നിർമ്മാണ ഉദ്ഘാടനങ്ങൾ, അങ്ങനത്തെ ഒക്കെ. റോഡ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, MLA ഫണ്ട് കൊടുത്തതിൻ്റെ തറക്കല്ലിടിയിൽ, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴെന്താണെന്ന് അറിഞ്ഞൂടാ, അപ്പോഴൊക്കെ എൻ്റെ പേരൊന്നും എങ്ങും നോട്ടീസിൽ തന്നെ വെക്കുന്നില്ല, അക്കാര്യങ്ങളൊന്നും എന്നോട് അറിയിക്കുന്നില്ല. ഞാൻ കമ്മിറ്റികളിലൊക്കെ പോകുന്നുണ്ട്, കമ്മിറ്റികളിൽ പോകാതായതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഈ മാതിരിയുള്ള വികസന പ്രവർത്തനങ്ങളിലൊന്നും ഇത്രയും കാലം ഒരു ജനപ്രതിനിധിയായി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞാനും കൂടി ചേർന്ന് കൊണ്ടുവന്ന ആളെ ഏതെങ്കിലും മണ്ഡലത്തിൽ മാറ്റി നിർത്തി കണ്ടിട്ടുണ്ടോ? അത് ഞാൻ ആരോടും പക്ഷെ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. ഈ തൊട്ടവിടെ വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ 5 കോടി അനുവദിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ തറക്കല്ലിടൽ വേഗം ആവുമല്ലോ. കാരണം അന്ന് ഈ കോവിഡ് വന്നുകൊണ്ട് എല്ലാത്തിനും കുറച്ച് ആൾക്കാർ കൂടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഡിലേ വന്നതാണ്. റൂറൽ SP ഓഫീസൊക്കെ അല്ലെങ്കിൽ അന്നേ ഉദ്ഘാടനം ചെയ്തതിന്, ചെട്ടിയാരഴീത്ത് പാലും അന്നേ ഉദ്ഘാടനം ചെയ്തു. ഈ 1 വർഷത്തോളം കോവിഡ് വന്നതിൻ്റെ ഒരു ഡിലേ വന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ഘാടനങ്ങളും വരുമ്പോൾ ഐഷ പോറ്റി എന്നൊരാൾ നോട്ടീസിൽ പോലും ഇല്ല. എന്നെ ക്ഷണിക്കാൻ എന്നിട്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് നോട്ടീസ് തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, എല്ലാവരുടെയും പേരുണ്ട്, എൻ്റെ പേരില്ല. ഞാൻ ചോദിച്ചു, എൻ്റെ പേരില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നതെന്ന്. ഇഞ്ചക്കാട് റോഡ്, ഇവിടുത്തെ ട്രാഫിക് കുറയ്ക്കാൻ ശാസ്താംകോട്ടയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ മൂഴിക്കോട് നിന്ന് കയറി ഇഞ്ചക്കാട് ഇറങ്ങാൻ അന്ന് 4 കോടി സംതിങ് അനുവദിച്ച് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനങ്ങ് മാറുന്നത്. അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ നേരം ഞാൻ അറിഞ്ഞു തന്നെ ഇല്ല. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, എന്താ സഖാവ് വരാണ്ടിരുന്ന, സഖാവ് ഇരുന്നപ്പോൾ പണിഞ്ഞ റോഡ് എന്താ വരാത്ത, നോട്ടീസിൽ പേര് കണ്ടില്ലേ, നാട്ടിലില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് ഉദ്ഘാടനമാണോ എന്ന് അന്നേരം ഞാൻ അറിയുന്നത്. ഇത് സത്യമായ കാര്യമാണ്, എനിക്ക് വേറൊന്നും പറയേണ്ട ആവശ്യം. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു.
പുത്തുമുക്കിലെ മാവടിയിലെല്ലാം നമ്മൾ കൊടുത്തത്. അതുപോലെ വില്ലേജ് ഓഫീസുകളുടെ അതെല്ലാം അന്നേ അനുവദിച്ചു വെച്ചിരുന്നതിൻ്റെ ആ തറക്കല്ലിടലിൻ്റെ കല്ലൊക്കെ അവിടെ വെച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അന്നത്തെ മന്ത്രി ചെയ്തതാണ്, ഞാൻ അധ്യക്ഷയൊക്കെ ആയിട്ട്. അന്ന് നമ്മൾ എഫർട്ട് എടുത്ത ഈ വാളകം ഒഴിച്ചുള്ളതെല്ലാം അത് അനുവദിച്ചിരുന്നു. വാളകത്തെ കൂടെ തന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. വാളകാണോ വേറെ ഏതോ ഒരെണ്ണം പുത്തൂരയോ മറ്റോ. അപ്പം അതെല്ലാം പണികളും ആരംഭിച്ചിരുന്നു. അതിൻ്റെ പൂർത്തീകരിച്ചപ്പോഴും എന്നെ നോട്ടീസ് കൊണ്ട് തരുമോ, അതിനകത്തും എൻ്റെ പേരില്ല. എന്തായിരിക്കും വേറെ ഒരാൾക്കാണ് ഫീൽ ചെയ്യുക. ഇത് ഞാൻ നാട്ടുകാരോട് ആരോടും വിളിച്ചു പറഞ്ഞില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിയിരുന്നതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് വിഷമം തോന്നി അപ്പോൾ അത്രയൊക്കെ ആയപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കമ്മിറ്റിക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പറയുക, ഞാൻ തുറന്നങ്ങ് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ ഇത്രയും നാൾ നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ വെറുതെ പിന്നെ പാർട്ടിയെ വിമർശിക്കാനിരിക്കും. ഞാൻ അത്രയും നാൾ നിന്നൊരു പാർട്ടിയല്ലേ. ഞാനൊരു സത്യത്തിൽ കുറച്ചൊരു കള്ളം പറഞ്ഞു. അന്ന് ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇച്ചിരി പരിക്കൊക്കെ പറ്റിയെങ്കിലും അത് കുറേ മാറിയിരുന്നു. പിന്നെ ഓടാനുള്ളൊരു മനസ്സ് വരാത്തതും പ്രവർത്തിക്കാൻ തോന്നാത്തതിൻ്റെയും പ്രധാന കാരണം ഈ രീതിയിലുള്ള ഒഴിച്ചു നിർത്തൽ. അത് ഞാൻ തുറന്നു പറഞ്ഞില്ല. അതാണിപ്പോൾ എനിക്ക് പാരയായത്. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് അതൊക്കെ മാറിയിട്ട് പോലും കള്ളം പറഞ്ഞു എന്നുള്ളത് എനിക്ക് പാരയായി. ഇപ്പോൾ ഞാൻ പാർട്ടിയെ എല്ലാവരും കൂടെ അങ്ങനെ വിമർശിക്കേണ്ട ഞാൻ നിന്നല്ല ഇത്രയും നാളെ. എന്നെ സ്ഥാനാർത്ഥിയാക്കിയാലും എത്ര അവസരം തന്നാലും ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കുകയുള്ളൂ. പ്രവർത്തിച്ചാലേ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സംശയമില്ലാത്ത കാര്യമല്ലേ. ഒരു തവണ ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ പിന്നെ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും ജയിച്ചു കണ്ടിട്ടുണ്ടോ? പ്രയാസമല്ലേ. ജനങ്ങളുടെ ഇടയിൽ അത്രയും പ്രവർത്തിച്ചുകൊണ്ടല്ലേ ജനങ്ങൾ ഭൂരിപക്ഷം കൂട്ടി തന്നത്. നല്ല പ്രവർത്തനം പാർട്ടിയും ചെയ്തു, ഇടതുപക്ഷവും ചെയ്തു. രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാരെല്ലാം സഹായിക്കുകയും ചെയ്തു. ഞാനും ആരുടെയും രാഷ്ട്രീയം നോക്കാതെ പറ്റാവുന്നത് മുഴുവൻ സകലമാന പേർക്കും ചെയ്തു. പാർട്ടിയോട് ആലോചിച്ച് തന്നെ നയപരമായ തീരുമാനങ്ങൾ എടുത്തു. ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ എന്നെ മാറ്റി നിർത്തിയെന്ന് എനിക്ക് ആദ്യമൊന്നും എനിക്ക് അത്ര സ്ട്രൈക്ക് ചെയ്തില്ല. എല്ലാവരും വിളിച്ചിട്ട് എന്തേ വരാത്തതെന്ന് ചോദിക്കുമ്പോഴേ ഞാൻ MLA അല്ലാത്തതുകൊണ്ടാന്നൊക്കെ പറയും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് പർപ്പസ്ഫുള്ളായിട്ടുള്ള അവോയ്ഡ് ചെയ്യുന്നതാണെന്ന്. അന്നേരമാണ് ഞാൻ വിചാരിച്ചത് എന്നാലും ഞാൻ അങ്ങ് മാറുന്നു എന്ന് പറയുമ്പോൾ മോശമല്ലേ എന്ന് വെച്ചിട്ടാണ് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങ് മാറി നിൽക്കുകയാണ്. എന്നെ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. സുഖമില്ല എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അത് എനിക്കൊരു തിരിച്ചടിയായി. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കുറച്ച് പരിക്ക് കാലിനായി ബാലഗോപാൽ സാറിൻ്റെ ഇലക്ഷന് തന്നെ പറ്റിയ പ്രശ്നമാണ്. എന്നാലും അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടി ഇത്രയും നാൾ നിന്ന് പാർട്ടിയെ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ സ്ത്രീകളെ ഒഴിവാക്കിയിരുന്നു, അങ്ങനെ ഒരു വിമർശനം പാർട്ടിക്ക് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. അതാണ് ഇപ്പം എനിക്ക് തിരിച്ചടിയായത്. ഇപ്പം ഞാൻ അധികാരമോഹിയാണെന്നോ ഒരുപാട് ഞാനത് വില വെക്കുന്നേ ഇല്ല. ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അറിയാം ഞാൻ ആരാണ്. ഇപ്പം ഞാൻ അധികാരമോഹിയാണെന്നോ ഒരുപാട് ഞാനത് വില വെക്കുന്നേ ഇല്ല. ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അറിയാം ഞാൻ ആരാണ്, ഞാൻ എന്ത് അധികാരമോഹിയാണ് കൊടിവെച്ച എന്ന് റിപ്പോർട്ടർ TV-യിലെ അരുൺകുമാർ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് എന്നെ അറിയോ? എൻ്റെ പാർട്ടി മനസ്സിലാക്കിയില്ല. എൻ്റെ പാർട്ടിയിൽ ഞാൻ ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ട് ഞാൻ എന്താണെന്ന് എൻ്റെ ആയിരുന്ന പാർട്ടിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വിചാരിച്ചു ഇനി ഒരു പ്രവർത്തനവും വേണ്ടാന്ന് വെച്ച് ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്തിട്ട് ഓഫീസിൽ പോയി തുടങ്ങി. അപ്പോഴും എന്നോട് എല്ലാ മനുഷ്യരും കോടതി കയറി പോലെ ഓഫീസ് ഫംഗ്ഷൻ ചിറ്റപ്പം മരിച്ച അവിടെ തുടങ്ങി. അപ്പോൾ ജൂനിയേഴ്സിൻ്റെ ഒരു സൗകര്യമാണല്ലോ, ഞാൻ ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാവരും നോക്കിയോളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലേ പോകുന്നവരും വരുന്നവരും ഒത്തിരി അപ്പുറത്തൊരു ബുക്കടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഒരുപാട് പേര് അറിയുന്നു, അയ്യോ ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയോ, ഇങ്ങനെ മൂലയിരിക്കരുത്, ഞങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു, ഒരിക്കലും പൊതുസമൂഹത്തിൽ നിന്ന് പോകരുത്. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ തുറന്നു പറയാതിരുന്നാണ് എനിക്കിപ്പോൾ തിരിച്ചടിയായത്. അതിപ്പോൾ എന്നെ കുറ്റം പറയുന്നതിന് ഞാൻ തന്നെയാണ് വഴി കൊടുത്തത്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ആരോ വന്നോട്ടെ എന്ന് ഞാൻ ഇതെല്ലാം നേതൃത്വത്തോടും എൻ്റെ പ്രയാസം എന്താണെന്നും പറഞ്ഞതാണ്. എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എല്ലാവരുടെയും ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ ആരുടെയും മനസ്സിലേക്ക് ഒന്നും തോന്നിയില്ല. ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇനി എന്നെ എത്ര വിമർശിച്ചാലും സത്യം ഇതാ. അപ്പോൾ അധികാരം എന്നുള്ളതല്ല, സന്തോഷത്തോടെയല്ലേ അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചത്. എന്താ പ്രശ്നം? എനിക്കെന്താ വെച്ചാൽ വ്യക്തിപരമായ അടുപ്പം ഞാൻ പറഞ്ഞാൽ 2006-ലാണ് അവരാദ്യമായിട്ട് MLA അസംബ്ലി മത്സരിക്കുന്നത്. 2006 ഈ മണ്ഡലത്തിൻ്റെ ചുമതലയിരിക്കാം. ഞാൻ DYFI അഖിലേന്ത്യാ പ്രസിഡന്റാണ്, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ ചുമതല സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി എനിക്കാണ് 2011. അത് കഴിഞ്ഞ് 2006 മുതൽ 2010 വരെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിന് ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുത്ത് തന്നെ കാര്യങ്ങൾ വരുന്നതിനകത്ത് ഇടപെടാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് പിടിച്ചെടുത്തൊരു സീറ്റാണ്. 2011
അന്നും ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനിപ്പോൾ MP ആയി, പിന്നെ രാജ്യസഭ MP ആണ്. ആ സമയത്തും എനിക്ക് ഈ മണ്ഡലം തന്നെ ചേർന്നത്. ഇവിടെ ഞാൻ അന്ന് വർക്ക് ചെയ്തതാണ്. 2016 ഇവർ മാറുമോ ഇല്ലയോ എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. വാസ്തവത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി. അപ്പോൾ ഞങ്ങളൊന്നും മാറ്റാനല്ല ആലോചിച്ചത്, നിർത്താൻ തുടരാൻ തന്നെയാണ്. ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഈ മണ്ഡലം പ്രത്യേക ചുമതല. അപ്പോൾ 3 തെരഞ്ഞെടുപ്പിലെ എല്ലാ രാഷ്ട്രീയ ചുമതലയും പ്രത്യേകിച്ച് 2006 മുതൽ ചുമതല വഹിച്ച ഒരാളാണ്. എല്ലാ കാര്യവും എടുത്ത് പറയാവുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഹോദരി പോലെ തന്നെയല്ലേ, മൂത്ത ചേച്ചിയെ പോലെ, അതുകൊണ്ട് പിന്നെ എന്ത് കാര്യം അങ്ങനെ അടുപ്പമുള്ളതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേര് വരുന്നതല്ല. കൊല്ലം ജില്ലയിൽ 42 പേരേ ഉള്ളൂ ആ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ഈ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന മഹിളാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെ ആരും ആ എക്സിക്യൂട്ടീവ് വന്നിട്ടില്ല. കൊട്ടാരക്കരയിൽ നിന്ന്, കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് മഹിളാ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് വന്നേക്കുന്ന ആളുകളില്ല. അത്ര ഉയർന്ന പോസ്റ്റാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ബാർ കൗൺസിൽ മെമ്പർ, അങ്ങനെ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണ്. നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ തന്നെ ഞാൻ കാണുന്നത് മാത്രമല്ല പാർട്ടിക്കാർ. അങ്ങനെ ഒരാൾ കോൺഗ്രസിനകത്തേക്ക് പോകാന്ന് പറയുമ്പം എനിക്കതിനകത്ത് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥിതി എന്താവും, കോൺഗ്രസ്സുകാർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നുള്ള ആശങ്ക ഞാൻ തുറന്നു പറയും. അതേ സഖാവേ, അങ്ങ് ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം വേണ്ട കരുതൽ കൊടുത്തത് കൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് പോയത്. എല്ലാ സഖാക്കളെയും ഇഷ്ടമാണ്. പക്ഷേ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ആൾക്കാരാണ് പാർട്ടിയെ നയിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം. താഴെയുള്ള സഖാക്കൾ നല്ല സ്നേഹമുള്ളവരാണ്. എനിക്ക് അവരെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പാർട്ടി അണികളെ ഒന്നും, അതിലെ താഴെ തട്ടിലുള്ളവരൊന്നും, കുറച്ച് മൈനോറിറ്റി. പക്ഷേ അതാണോ നോക്കേണ്ട, പാർട്ടി അല്ലേ എന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ അഡ്രസ്സ് എന്താ, ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ആ പാർട്ടിക്കുള്ള വില. പാർട്ടിയുടെ വഴി അല്ലാതെ പോയി കഴിഞ്ഞാൽ പാർട്ടിയുടെ വഴിയെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എനിക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് അവിടെയില്ല. ഞാൻ കുറച്ച് കള്ളം പറഞ്ഞതിന് എല്ലാവരും ക്ഷമിക്കട്ടെ. ഞാനത് പാർട്ടിയെ ഞാനങ്ങ് കുറ്റമേറ്റേക്കാമെന്ന് വെച്ചിട്ടാണ്. അന്നുണ്ടായ പ്രശ്നമാണെങ്കിലും എനിക്ക് കമ്മിറ്റിയിലൊന്നും ഞാൻ വരുന്നില്ല, ആരെയാന്ന് വെച്ചാൽ എടുത്തോളാൻ. പക്ഷേ നേതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഈ പ്രശ്നം കൊണ്ടല്ല ഞാൻ കള്ളം പറഞ്ഞിട്ടുള്ളതെന്ന്. ജില്ലാ സെക്രട്ടറിക്ക് അടക്കം അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ ഓടി എത്തുന്നില്ല, ആരാന്ന് വെച്ചാൽ വെച്ചോളാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ബധിരകർണങ്ങളിലാണ്. എന്നോട് സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരാന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ മനസ്സെന്താന്ന് മനസ്സിലായി. ഞാൻ എന്തോ അധികാരം മോഹിച്ചിരിക്കുവെന്നാ. ഈ അധികാരം വല്ല കിരീടമാണോ? അത്രയേ ഉള്ളൂ. കഠിനമായ ജോലിയല്ലേ അത്. എന്നുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത്? എൻ്റെ അച്ഛൻ വാങ്ങിച്ചെന്ന വീട്ടിലാണ് ഞാൻ അന്നും ഇന്നും താമസിക്കും. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഈ കോൺഗ്രസിലേക്ക് വരണം നിരവധി നാൾ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി എന്നുള്ള വാർത്തയൊക്കെ വന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, അങ്ങനെ ഒതുങ്ങിപ്പോവരുത്, പുറകോട്ട് പോകരുത്, മുന്നോട്ട് വരണം, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരിക്കലും പുറകോട്ട് പോകരുത്, അങ്ങനെ ചുമ്മാ ഇരിക്കേണ്ട ആളല്ല. പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു ഒറ്റ മേഖലയല്ലേ ഉള്ളൂ. അതിനേക്കാൾ പൊതുസമൂഹത്തോടൊപ്പം ഉണ്ടാകുന്ന നിരവധി ആൾക്കാർ, പല പാർട്ടിയുടെ ആൾക്കാരും, വളരെ പ്രമുഖമായ പാർട്ടിക്കാർ ഉൾപ്പെടെ കോൺഗ്രസ് ഏറ്റവും കൂടുതലും വിളിച്ചിരുന്നു. അന്നൊന്നും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒട്ടും വന്നില്ല. പക്ഷേ കുറേ ആയപ്പോൾ നിരന്തരമായിട്ടുള്ള അതിൻ്റെ കാര്യകാരണ സഹിതം കൺവിൻസ് ചെയ്യിച്ചപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്, അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് എന്ന് വന്നപ്പം അത് നല്ലതാണെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ പോകാമെന്ന് വെച്ചാൽ. അതൊരു ദേശീയ പാർട്ടിയാണല്ലോ. ദേശീയ തലത്തിൽ എല്ലാവരും ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തിലുമാണല്ലോ, ഒരു ദേശീയ പാർട്ടി. അതുകൊണ്ടാണ് അത് സ്വീകരിക്കണമെന്ന് വളരെ കാലത്തെ ചിന്തകളും എത്ര പ്രഷർ എഴുതിയിട്ടും അന്ന് വരാതിരുന്നെങ്കിലും ഇപ്പം വന്നത്. കോൺഗ്രസിനകത്തൊന്നാമത് വ്യക്തി എന്ന നിലയിൽ എവിടെയും പോവാം. പക്ഷെ കോൺഗ്രസ്സാണ് അവര് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ മോശമായി പറഞ്ഞിട്ടുള്ളവരാണ് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും പൊതുവിൽ നമ്മുടെ നാടിന് അപകടകരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അഭിപ്രായം ഞങ്ങളുടെ മാത്രമല്ല പൊതുവിൽ കാണുന്നതാണ്. കൂടെ നിൽക്കുന്ന ആളുകളോടുള്ള അവരുടെ ആ പാർട്ടിയിലെ തന്നെ ബന്ധങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനൊരു പാർട്ടിക്കകത്ത് പോയിട്ട് അവരോ ആ പാർട്ടിയോ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നതാണ്, സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത, എല്ലാ പൊതുമേഖലയും നടക്കുന്ന, തൊഴിലാളികൾക്ക് എതിരായി നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും കാലം ഈ പാർട്ടി നിൽക്കുന്ന ഒരാൾക്ക് പോയിട്ട് മനസ്സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പോയി എന്നുള്ളതല്ല. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ, നമ്മുടെ ഒരു വീട്ടിലെ ഒരു ജ്യേഷ്ഠ സഹോദരി കുടുംബത്തിൽ എല്ലാവരുടെയും സ്നേഹം, എല്ലാവരും പിന്തുണ കൊടുത്ത് നിന്നൊരാൾ നേരെ നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമമുണ്ട്. അത് വളരെ വലുതാണ്.
അത് വളരെ വലുതാണ്. പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ഒരു പാമ്പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഒരു റെഗുലറായിട്ട് കോൺടാക്ട് ഉള്ളതായിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമൊന്നുമില്ല, കാരണം വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിനകത്തുള്ള ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞത് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ മൂത്ത സഹോദരി ഏറ്റവും കൂടുതൽ ആ സഹോദരിക്കാണ് ബാക്കി എല്ലാവരും കൂടി അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തു. എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ തന്നെ അങ്ങനെ പോകാൻ പാടില്ല. ഇതിനകത്ത് ഇതൊന്നും ഒരു ദിവസം ഇങ്ങനെ ചില വാർത്തകൾ വരുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അവിടെ സംസാരിക്കാതല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത്. വ്യക്തികളല്ലേ, മനുഷ്യരല്ലേ, നമ്മൾക്ക് മനുഷ്യത്വം ഇല്ലേ, പരസ്പര ബന്ധങ്ങളില്ലേ, എങ്ങനെ പോകാൻ പറ്റും? അത് വെറുതെ ഒരു കാര്യം രാഷ്ട്രീയമായി തർക്കം പറയുന്നതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായി നിങ്ങളുടെ കാര്യം എഴുതുന്നത് തന്നെ വ്യക്തിപരമായ ഒരു പ്രശ്നമില്ലേ? അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഈ നാട്ടിൽ 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നതല്ലേ ഓരോരുത്തർക്കും. ഇപ്പൊ ഞാൻ MLA ആയി, മന്ത്രിയായി, വേറൊരാൾ മന്ത്രിയായി, വേറൊരാൾ പഞ്ചായത്ത് മെമ്പറായി, ഒന്നും ആവാത്ത എത്രയോ പേരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ സഹാക്കളുണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ പ്രവർത്തിച്ചല്ലേ ഓരോരുത്തരും ആവുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പെരുമാറുമ്പം നാളെ അവർക്ക് അതിന്റെ വിഷമം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇങ്ങനൊരു കൂട്ടത്തിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെ തന്നെ കൈകാര്യം ചെയ്തിങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പം അത് ഒരാൾക്കൊരു വ്യക്തിത്വം ഇത്രയും കാലം അവരെ പറ്റിയുള്ള സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെ മാറും ആളുകളുടെ മനസ്സിൽ? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇടതുപക്ഷത്തിന്റെ MLA എന്ന നിലയിൽ BS-ന്റെ ഗവൺമെന്റിന്റെയും ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വികസന കാര്യങ്ങൾ കൊണ്ടുവന്നു. അവർ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കൊല്ലം ജില്ലയിൽ ഇത്രയും കാലം ജനാധിപത്യ വേദിയിൽ ഒരാളുമില്ല. തീർച്ചയായും അവർ ഈ സമൂഹത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. പാർട്ടി എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അതവർ മനസ്സിൽ കാണേണ്ടതായിരുന്നു എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. വേറെ ഒരു കാര്യമില്ല. കാരണം ജനങ്ങളുടെ മുന്നിലാണ് ഇതെല്ലാം. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്രയും കാലം നമ്മളെല്ലാം എതിർക്കാനും തകർക്കാനും നിന്ന് കോൺഗ്രസിന്റെ അടുത്തേക്ക് എന്നിട്ട് നമ്മുടെ വിഷമം തീർക്കാൻ പറ്റും. ഇതിനകത്ത് ചില വിഷമങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ഇതിനെ ആകെ തകർക്കാൻ നിൽക്കുന്ന ആളെടുത്ത് ചെന്നാൽ വിഷമം മാറുമോ? വിഷമം കൂടുതലേ ഉള്ളൂ. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. അതേ സഖാവേ, അതാണ് നിങ്ങളുടെ പ്രശ്നം. കോൺഗ്രസ് രാഷ്ട്രീയമായി നിങ്ങളെ തോൽപ്പിക്കാൻ നിൽക്കുന്ന പാർട്ടിയാണ്. പിന്നെ വിഷമവും പ്രയാസവും തോന്നിയാൽ അവിടെ പോയാൽ അതൊക്കെ മാറുമോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ശ്രീമതി ഐഷ പോറ്റി തന്നെ പറയും. പക്ഷേ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ എന്താണെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ബേബി സഖാവും നേതാക്കളൊക്കെ എന്നെ ഇങ്ങനെ എന്താ പാർട്ടിയെ വഞ്ചിച്ചു പോയി എന്നൊക്കെ പറയുന്നു. ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീണ്ടും ജനങ്ങൾ വോട്ട് ചെയ്താലേ നമ്മൾ ജയിക്കുകയുള്ളൂ. ആ അംഗീകാരം വാങ്ങിച്ച് അടുത്ത ആളിലേക്ക് എത്താൻ തക്കോണം ആയതിന് ഒരു വാല്യൂ ഇല്ലേ? അടുത്ത ജോലിക്ക് ഒരു വാല്യൂ ഇല്ലേ? വികസന അത് അന്നത്തെ പാർട്ടി അത് ചിന്തിച്ചോ? വെറും ഒരാളല്ലാന്ന് ഒന്നുമല്ല. അല്ലെങ്കിൽ ഒരു നോട്ടീസിൽ ഒരു പേര് വെക്കാൻ പോലും തോന്നിയില്ലെങ്കിൽ എന്താണ് അന്നത്തെ പാർട്ടിയുടെ മനസ്സെന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലായി. ഈ നാട്ടിലെ ഓരോ ജനത്തിനും ഇത്രയും വർഷം പ്രവർത്തിച്ച എനിക്ക് എന്നെ അറിയാം. അതിൻ്റെ അംശം ഞാനുണ്ടായിരുന്ന പാർട്ടിയിലെ നേതൃത്വത്തിന് കുറേ പേർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അണികൾക്കറിയാം, പ്രവർത്തകർക്കറിയാം, എന്നെ സ്നേഹിക്കുന്നവരും എന്നെ കണ്ടിട്ടുള്ളവർക്കും അറിയാം. അതാണ് സത്യം. അവർക്കറിയാം ഞാൻ ആരാണ്. ഈ റിപ്പോർട്ടറിലെ അരുൺകുമാറിനോ അല്ലെങ്കിൽ വേറുള്ളവർക്കോ ഈ സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നവർക്കോ അല്ല. വർഗവഞ്ചകിന്നും ഇങ്ങനെ എന്തൊക്കെയോ കുറേ ഭാഷ, അതാ അവർക്ക് ചേരുന്ന ഭാഷയാണ് ആ പറയുന്നവർക്ക്. ഞാൻ ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. അടുത്തിരിക്കുന്ന ആരൊക്കെയാ? KV തോമസ്, അദ്ദേഹം, ശോഭന ജോർജ്, അവരുടെ പേരെന്താ? വർഗവഞ്ചകിയാണോ വേറെ പേരാണോ? അത് പരിശോധിക്കണ്ടേ? P സരിനെ ഇത് വല്ല മോഹിച്ചിട്ടാണോ? ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു സ്നേഹം തരാമല്ലോ, ഒരു നോട്ടീസിൽ പേര് വെച്ചൊന്നു തോന്നുവോ നമുക്ക്? ഇത് ആരോടാ ഞാൻ പറയുന്നത്? എന്നിട്ട് വലിയ കൊടി വെച്ച കാർ, ഇന്ന് അരുൺകുമാറിന്റെ ഒരു റിപ്പോർട്ടർ ചാനൽ, അരുൺകുമാർ, നാണമില്ല ഇങ്ങനെ സംസാരിക്കാൻ? ഞാൻ അവരോട് ചോദിക്കുക, നാണമില്ല ഇങ്ങനെ സംസാരിക്കാമെന്ന്? കൊടി വെച്ച കാർ കണ്ടിട്ടില്ലാത്ത ആളല്ല ഞാൻ. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്വന്തം വണ്ടിയിലായിരുന്നു, എൻ്റെ വീട്ടുകാരുടെ കൂടെ ആയിരുന്നതേ ഉള്ളൂ. അല്ലാതെ ഔദ്യോഗികമായിട്ടൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അല്ലാത്തപ്പം നമ്മുടെ സ്വന്തം കാറിൽ എനിക്ക് അതൊന്നും കണ്ട് മോഹമുള്ള ആളല്ല ഞാൻ. കാറുള്ളപ്പോഴും നടന്നു പോകുമ്പോൾ എന്നോട് എല്ലാവരും നടന്നു പോകുന്നത് എന്താണെന്ന് ചോദിക്കാറുള്ളതാണ്. അന്നും നടന്നു പോകുന്ന ആളാണ്. പക്ഷേ ഈ കാര്യമൊന്നും പൊതുസമൂഹത്തിന് അറിയത്തില്ല. 2006 ശേഷം 21 വരെ ഇവിടെ എന്തൊക്കെ ഉണ്ടായി, 21 ശേഷം 26 വരെ ഇവിടെ എന്തൊക്കെ ഉണ്ടായെന്ന് ഒരു കമ്പാരിസൺ നടത്തി. പോറ്റിയെ കുറ്റം പറയുന്നവർ അന്നേരം വായടയ്ക്കും. വാസ്തവത്തിൽ ഇത് ഇങ്ങനെ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന സംഭവം പോലെ കാണണം. അങ്ങനെ ഒരിക്കലും നമ്മളെ തള്ളി നമ്മുടെ ശത്രുക്കളുടെ കൂടെ പോയി നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂടെ പോയി ചേരാനേ പാടില്ലായിരുന്നു. അതേ ഞാൻ കാണുമ്പോൾ വ്യക്തിപരമായ സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായുണ്ട്. എല്ലാ പരിപാടിക്കും
വിളിക്കുമായിരുന്നു. ഇടയ്ക്ക് കുറേ കാലം സുഖമില്ലെന്ന് പറഞ്ഞ് പോയി പരിപാടികളൊക്കെ നോക്കിക്കോളും. പരിപാടികൾ വിളിക്കുന്ന എല്ലാ പരിപാടികളും പഴയ നോട്ടീസുകളൊക്കെ നോക്കിക്കോളും. നോട്ടീസ് അടിക്കും. അപ്പം കുറച്ച് നാൾ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു. അപ്പം വ്യക്തിപരമായ ഒരിക്കലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന തരത്തിൽ പെരുമാറിയിട്ടേ ഇല്ല. പിന്നെ നമ്മളവരെല്ലാം എപ്പോഴും ആ ലോയർ സ്റ്റുഡിൻ്റെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള മാധ്യമ സെമിനാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പെക്റ്റഡ് ആയിട്ടൊരു പൊസിഷനായിട്ടാണ് കാണുന്നത് ഈ അതുപോലെ മഹിളാ അസോസിയേഷൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശ്വാസമെല്ലാം ഏൽപ്പിച്ചതാണ്. എന്താണ് അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. എന്താണ് കാരണം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ സഹാക്കൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പൊതുവെ മനസ്സിലായിട്ടുള്ള എൻ്റെ വിചാരം. എല്ലാവർക്കും എന്തുകൊണ്ടാണ് അതിന് പോയത്, അതിനു വേണ്ടി ഒരു കാര്യമുണ്ടോ എന്നുള്ളത് സംശയം ആളുകളുടെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. പക്ഷേ ജനങ്ങളും നമ്മൾ ഇത്രയും കാലം നമ്മളെ പിന്തുണച്ച ആളുകളില്ല. ഈ നാട്ടിലെല്ലാവരും ഇല്ല, രാഷ്ട്രീയത്തിനൊക്കെ അതീതമാണ്. അവരുടെ മനസ്സിലൊക്കെ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ, അതായത് CPM-ൽ അവർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് താങ്കൾക്ക് മാത്രമല്ല പാർട്ടി നേതൃത്വത്തിനും അറിയാം അല്ലേ? എന്നിട്ടാണോ അവരെ തീർത്തും അവഗണിച്ചത്? ഞാൻ ആണ് കൊണ്ടുവന്നെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ അതിനൊരാളായി നിന്നു എന്നുള്ളത് അത്രയേ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്തു, പ്രവർത്തകരെല്ലാം നന്നായി വർക്ക് ചെയ്തു. അതൊന്നും മറക്കാൻ, എൻ്റെ സഖാക്കളുടെയും എല്ലാം പ്രവർത്തനം രാഷ്ട്രീയത്തിന് അതീതമായി ഒരു തവണ ജയിച്ചു കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടല്ലേ ഞാനെടുത്ത ഹാർഡ് വർക്ക് എല്ലാവരെയും ചേർത്ത് എല്ലാവരുടെയും സഹായത്തോടെ ഇവിടെ സിവിൽ സ്റ്റേഷൻ എന്തിനാ KSRTC ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഫസ്റ്റ് ഡേന് തീർത്തു, കോടതി സമുച്ചയം തീർത്തു. MLA മാത്രമേ ആയിരുന്നുള്ളൂ. ഇവിടെ ഫയർ സ്റ്റേഷൻ ഇല്ലായിരുന്നത് കൊണ്ടൊന്നും. ഇങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെ ഇതെല്ലാം ചെയ്തത് കൊണ്ടല്ലേ അടുത്ത തവണ ഇരട്ടി ഭൂരിപക്ഷം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. സ്കിൽ പാർക്ക് അതിൻ്റെ ഓരോ തരിക്കും എന്നെ അറിയാം. ഓരോ പണി നടക്കുമ്പോഴും ഞാൻ അവിടെ പോയത്. അന്താരാഷ്ട്ര സ്ഥാപനം, എത്ര പേർക്ക് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ജോലി കിട്ടിപ്പോയെന്നറിയാം. UDF-ന്റെ കാലത്താണ് അതിൻ്റെ അംഗീകാരം തന്നത്. പിന്നെ പണി തുടങ്ങിയത് ഞാൻ 3ാമത് ജയിച്ചു വന്നപ്പോഴാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ബൈറ്റ് കൊടുത്തതാണ് 24 ചാനലിന്. എൻ്റെ സ്വപ്ന പദ്ധതിയിൽ വരണം. സിവിൽ സ്റ്റേഷൻ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. കണ്ടുകൂടെ ഇതൊക്കെ ചെയ്ത ഒരാളുടെ അധികാരമോഹം കൊടി വെച്ച കാറെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആ പറഞ്ഞ ആളിനോട് എനിക്ക് മറുപടി പറയാനുള്ളത് എന്നെ മനസ്സിലാക്കണം ആദ്യം. വല്ലവരും പറയുന്ന കേട്ട് ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് കാറില്ലാത്തതുകൊണ്ടാണ് പോകാത്ത കഷ്ടം. എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, അതൊരു സത്യമാണ്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഓടി. അതെനിക്ക് ഞങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് പഠിച്ചു, എൻ്റെ മക്കളും മരുമക്കളൊക്കെ എല്ലാം മരുമകളായാലും എല്ലാം ഓടിച്ചു പോകും. പക്ഷെ എനിക്കത് പറ്റിയില്ല. അന്ന് എനിക്ക് ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ എങ്ങോട്ടേലും പോകാൻ. അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. റിംഗ് റോഡിൻ്റെ ഹാഫ് റിങ് അപ്പുറത്തേത് പിന്നെ ചെയ്യാൻ പറ്റും. ഇതിന് 19.42 കോടി രൂപ കിഫ്ബിയിൽ അനുവദിച്ച് അതിൻ്റെ BM വരെ ചെയ്തു തീർത്തു. BC ചെയ്യാത്തതുകൊണ്ട് അത് പൊളിഞ്ഞുപോയി. അത് ഞാൻ അപ്പോഴത്തേക്ക് ഇറങ്ങി ഒരു ലെയർ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കാലാവധി കഴിഞ്ഞു. നിങ്ങളെല്ലാം അന്വേഷിച്ചോണ്ടേ ഈ പറയുന്ന 100% സത്യം. ഞാൻ പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്ഥലം വിട്ടു തന്നു. ഇപ്പം എനിക്ക് ഇറങ്ങി നടക്കുമ്പോൾ എന്നോട് ചോദിക്കുക അന്ന് പറഞ്ഞിട്ടല്ലേ സ്ഥലം വിട്ടു തന്ന് റോഡ് പൊളിഞ്ഞു വന്നു. ഇപ്പോൾ 5 വർഷമായിട്ട് പണി നടക്കുന്നില്ല. ഇനി റീടെൻഡർ ചെയ്തോ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഒന്നും അന്വേഷിക്കാറില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ CPM-ന്റെ കപടമുഖം, പ്രത്യേകിച്ച് ബാലഗോപാലിന്റെ? ഇനിയും കിടന്ന് ഉരുളാതെ സഖാവേ, എല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി.